യാത്ര ചെയ്യുന്നതിനായി പലവിധ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴി വാഹനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഏറ്റവും അധികം പ്രചാരം ലഭിച്ചത് ഓലയും യൂബറും ഒക്കെയാണ്. എന്നാൽ അടുത്തിടെയായി യാത്രക്കാരുടെ പക്കൽ നിന്ന് ഇവർക്കെതിരെ സജീവമായി പരാതികൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, സർവീസുകൾക്കായി അധിക നിരക്ക് ഈടാക്കുന്നു എന്നായിരുന്നു പുറത്തുവന്ന പരാതി. എന്നാൽ ഇതിന് ബദൽ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. വികസനത്തിന്റെ ഭാഗമായി പലവിധം പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. ഇത് അക്കൂട്ടത്തിൽ ഒന്നും കൂടി വരുന്നു. കേന്ദ്രം ഇപ്പോൾ ഓൺലൈൻ ടാക്സി സർവീസ് മേഖലയിൽ കൂടി തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പ്രധാന ലക്ഷ്യവും. സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സഹകാർ ടാക്സി എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭം ഡ്രൈവർമാർക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, റിക്ഷകൾ, കാറുകൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കുന്നതാണ് സംരംഭം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിലാണ് സഹകർ ടാക്സി സേവനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ആശയവുമായി യോജിക്കുന്നതാണ് സംരംഭമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. സർവീസ് ചാർജും കമ്മീഷനുമൊന്നും ഈടാക്കാതെ ഡ്രൈവർമാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ആപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഡ്രൈവർമാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും വലിയ ആശ്വാസം തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. ആൻഡ്രോയിഡ് ഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഒരു നിരക്കും ഐഫോൺ വഴി ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു നിരക്കും ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അടുത്തിടെ ഓല, യൂബർ കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രണ്ട് കമ്പനികളും ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇത്തരം വ്യത്യസ്ത വില നിർണ്ണയം അന്യായമായ വ്യാപാര രീതിയാണെന്നാണ് ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷി വിശേഷിപ്പിച്ചത്. 30% വരെയാണ് സ്വകാര്യ ഓൺലൈൻ ടാക്സി സേവനങ്ങൾ സർവീസ് ചാർജായി ഈടാക്കുന്നത്. മാത്രവുമല്ല, ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന വേതനത്തിൽ അസമത്വങ്ങൾ ഉള്ളതായും വിമർശനങ്ങളുണ്ട്. പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദവും ആശ്വാസകരവുമാണ് ഓൺലൈൻ ടാക്സി സർവീസുകൾ. തുടങ്ങുന്നതിനേക്കാൾ പ്രധാനം എത്രത്തോളം കാര്യക്ഷമവും പ്രയോജനകരവുമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ വിജയം. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോ ടാക്സികൾ എന്നിവയെല്ലാം ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നും കമ്മീഷനുകളില്ലാതെ നിരക്കുകൾ നേരിട്ട് വാഹന ഉടമകൾക്ക് ലഭ്യമാക്കും. അമിത്ഷായാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സഹകരണ മേഖലയിലെ ഇൻഷുറൻസ് കമ്പനിയും വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്നും സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഇൻഷുറൻസ് സംരംഭമായി ഇത് മാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബില്ലിന്റെ ചർച്ചയിൽ മറുപടി നൽകിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഗുജറാത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിന്റെ പ്രവർത്തനം രാജ്യം മുഴുവനാണെന്നും കേരളത്തിലും അസമിലും തമിഴ്നാട്ടിലുമെല്ലാം ഇതിനു കീഴിൽ സ്ഥാപനങ്ങൾ വരുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ലാഭം ലക്ഷ്യമിടുന്ന മാതൃകയേക്കാൾ വികസനം ലക്ഷ്യമിടുന്ന മാതൃകയാണ് പിന്തുടരുന്നത് എന്നും പുതുതലമുറ സഹകരണ സംസ്കാരം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആഴ്ചകൾ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റഡ് കോഴ്സുകൾ മുതൽ PhD കോഴ്സ് വരെ ഇതിനു കീഴിൽ ലഭ്യമാകും. പ്രതിവർഷം 8 ലക്ഷം പേർക്ക് പരിശീലനം നൽകാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ക്രമീകരിക്കും. രാജ്യത്തെ എല്ലാ ജില്ലയിലും ഒരു സ്ഥാപനമെങ്കിലും ഇതിന് കീഴിൽ പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്ഥാപനത്തിന്റെ സ്വയംഭരണ അധികാരം ഉറപ്പാക്കണമെന്നും BJP സർക്കാർ സ്വയംഭരണത്തെക്കാൾ കേന്ദ്രത്തിന്റെ അധികാരത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷാംഗങ്ങളും വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.